നമുക്കൊപ്പം ചേരുന്നുണ്ട് വി എസ് സുനിൽകുമാർ. വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണല്ലോ ശ്രീ വി എസ് സുനിൽകുമാർ. നിരാശയല്ല, എനിക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ്. കാരണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിവില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതായത് ഏപ്രിൽ 21 തീയതിയാണ് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് നമുക്ക് പ്രസ് റിലീസായിട്ട് കിട്ടുന്നത്. ഒരാഴ്ചക്കുള്ളിൽ DGP പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു. അതിന് DGP ചുമതലപ്പെടുത്തിയത് ഈ MR അജിത് കുമാറിനെയാണ്. 5 മാസമാവുന്നു. നാളെ ആവുമ്പം സെപ്റ്റംബർ 21, 5 മാസം പൂർത്തിയാവും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് തിരുവമ്പാടി പാറമേക്കാവിലെ പ്രതിനിധികൾ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ് അന്വേഷണം നടക്കുന്നില്ല, അന്വേഷണം നടത്തിയിട്ടില്ല എന്ന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അന്വേഷണം നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു അന്വേഷണത്തെ പറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിവില്ല എന്ന് പറയുന്നതാണ് എന്നെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യം. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാരവാഹികളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുത്തു എന്നുള്ളത് അവർ തന്നെ നേരിട്ട് എന്നോട് പറയും. അവർ പത്രമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ നടന്ന അന്വേഷണ പ്രവർത്തനം ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് പുറത്തു വരേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ തീരുമാനിക്കുന്നത് ഇന്ന് തന്നെ ഓൺലൈൻ വഴി വിവരാവകാശം വെച്ചുകൊണ്ടൊരു ചോദ്യം ചീഫ് സെക്രട്ടറിക്കും അതുപോലെ DGPയുടെ ഓഫീസിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇത് അറിഞ്ഞ മതിയാവും പറഞ്ഞേ. കാരണം ഈ തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പങ്കാളിത്തമുണ്ട് ആ പൂരം കലക്കിയതിന്റെ പിന്നിൽ. ഇപ്പൊ വലിയ പൂരത്തെ സംബന്ധിച്ച് വലിയ വായിൽ സംസാരിക്കുന്ന പല ആളുകളും ആ പൂരം കളിക്കുന്നതിന്റെ പിന്നിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ എനിക്കറിയാം, ഞാനത് പുറത്തു വിട്ടിട്ടില്ല. അപ്പോ അതെനിക്ക് അറിയണം. എനിക്ക് ഉദ്യോഗസ്ഥന്മാർ എന്നോട് ചോദിക്കുന്നത് ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. എനിക്ക് ഇത് വെച്ചാൽ സംശയങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ജയതോൽവിയേക്കാൾ ഉപരിയായി തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു മഹത്തായ സംഭവത്തെ ഈ രൂപത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ആരെങ്കിലും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അറിയണ്ടേ? അത് ഞങ്ങൾ അറിയട്ടെ. അല്ല വി എസ് സുനിൽകുമാർ, എനിക്ക് 2 സംശയങ്ങളാണുള്ളത്. ഒന്ന്, താങ്കൾ പറയുന്നത് പോലെ ഇതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയല്ല എന്നത് ഉറപ്പല്ലേ? അല്ല, ഉദ്യോഗസ്ഥന്മാർ അവരുടെ പങ്ക് വഹിച്ചിട്ട്, കാരണം അവിടുത്തെ കമ്മീഷണറായിട്ടുള്ള ആളാണ് അവിടെ ആ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളല്ല. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്തൊക്കെ ഇതിനേക്കാൾ മുമ്പുള്ള പല പ്രശ്നങ്ങളുണ്ടായിട്ടും പൂരം നിർത്തി വെക്കുന്ന സാഹചര്യം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഇത്രയും പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തില് എല്ലാവരും ഉറ്റുനോക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഇഷ്ടപ്പെടുകയും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പൂരം അലങ്കോലപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ അതിനെ കൂട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുക. ആ സംഭവ സ്ഥലത്തേക്ക് അതുവരെ പൂരത്തിന്റെ ഒരു രംഗത്തും വരാത്ത BJP സ്ഥാനാർത്ഥിയെ സേവാഭാരത് ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇറക്കുക. എന്നിട്ട് എല്ലാ പത്രമാധ്യമങ്ങളും ഇതാ സുരേഷ് ഗോപിയെ ഇടപെട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഇടപെട്ട് പൂരം ശരിയാക്കി എന്നുള്ള പ്രചരണം നടത്തുക. നമ്മൾക്ക് പൂരത്തെ തകർത്ത ആൾക്കാരെ സ്വീകരിക്കപ്പെടുക. അപ്പൊ അതിന് എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടായെന്നുള്ളവർക്ക് അറിയാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഏത് ഘട്ടത്തിലാണെങ്കിലും, തെരഞ്ഞെടുപ്പ് മധ്യത്തിലാണെങ്കിലും അല്ലെങ്കിലും പൂരത്തിന്റെ നടത്തിപ്പിന് ഒരു കുഴപ്പമുണ്ടാക്കാൻ കൂട്ടുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയ കാര്യം.